പൂവേണം പൂപ്പടകൾ എന്തോ ഒരേ ആലോചനയാണല്ലേ? ഒരേ ആലോചന മണിക്കൂർ കണക്കിന് എന്ത് കാര്യം? അല്ല ഞാനിങ്ങനെ കുറെ ദിവസം കൊണ്ട് ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പറയാം എന്തോന്ന് കാര്യം മാമൻ പറ. നമ്മളിങ്ങനെ ആയാൽ പോരാ, നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചുമ്മാ ഇപ്പോഴാണ് മനുഷ്യന് റെസ്റ്റ് കിട്ടിയത്. ആ സുമേഷ് ചെറുക്ക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യനിവിടെ തറയിൽ നിൽക്കാൻ സമയം കിട്ടൂല. അതല്ല ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ നോക്ക്, ഞാനിപ്പോ ആരാ? മാമൻ മാമൻ തന്നെ. പക്ഷെ ഞാനൊരു റിട്ടയർഡ് എയർ മാർഷലല്ലേ. പോരാത്തതിന് ഇപ്പൊ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കർഷകൻ കൂടിയാണല്ലോ. മാമ ഒരു കടുകുമണി പോലും വിളയിച്ചെടുത്തിട്ട് എനിക്ക് അറിഞ്ഞൂടല്ലോ. നിനക്ക് അറിഞ്ഞൂടെ? ഈ പറമ്പിലുണ്ടായ വാഴയും പച്ചക്കറികളും പിന്നെ മറ്റേ കുളത്തിലെ മീനൊക്കെ കൃഷി ചെയ്താരാ? അത് പണ്ടല്ലേ. അല്ല ഇപ്പൊ ഒന്നും ചെയ്യാനല്ലോ, ചുമ്മാ പറമ്പിൽ കൂടെ നടന്ന് മാന്തി കൂടെ നടക്കണമല്ല, ഒന്നും കാര്യമായിട്ട് നടക്കണമെന്നില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഈ കൃഷി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നടത്തിയാൽ എന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. മാമൻ അന്ന് പൈസ ഒന്നാമത് ഇറക്കണം, പിന്നെ വളം വാങ്ങിക്കണം, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ പണിക്കാര് നിരത്തി ഇവിടെ അത്രയും കിളച്ചു. പണിക്കൊന്നും ആള് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. എനിക്ക് നന്നായിട്ട് ചെയ്യാനും അറിയാം. നീ നോക്കിക്കോടാ മരുമോനെ, ഞാൻ ഈ പറമ്പിൽ പൊന്ന് വിളയിക്കും. പൊന്ന് നമ്മളെ പറമ്പില് തലവത്ത് ഇതോടെ പൊന്ന് വിളയൂല. വല്ല ചേമ്പ ചേനയൊക്കെ പിന്നെയും വിളയും. നീ അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. നീ നോക്കിക്കോടാ, മികച്ച കർഷകനുള്ള പഞ്ചായത്തിന്റെ അവാർഡ് ഈ വർഷം ഞാൻ വാങ്ങിച്ചിരിക്കും. നീ എവിടെ പോകണം? അല്ല മാമനൊരു ചായ പറയാൻ വേണ്ടി. അല്ല ഈ നല്ല ചായ ചൂടായിട്ട് കുടിച്ചാലേ ഇങ്ങനത്തെ ദുഷ്ചിന്തകളൊക്കെ അങ്ങ് മാറും. അയ്യടാ, എനിക്ക് നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട. ചായ വാങ്ങിച്ചു കുടിക്കാൻ എനിക്കറിയാം. പോടാ നീ നോക്കിക്കോടാ, ഇനി കർഷകരത്ന അവാർഡ് വാങ്ങിച്ചിട്ട് എനിക്ക് ഇനി വിശ്രമമുള്ളൂ. അപ്പൊ വിശ്രമിക്കുന്നില്ല, ഈ വർഷം വിശ്രമിക്കുന്നില്ല? ഇല്ല. അപ്പച്ചി വിശ്രമിക്കാത്തൊരു കർഷക സ്ത്രീ അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. നിനക്ക് എന്തിടാ? ഉമ്മ ഒരു പണിയും ചെയ്യത്തില്ല, പണി ചെയ്യുന്നവരെ നെഗറ്റീവ് അടിപ്പിക്കാനൊക്കെ വന്നിരുന്നു. എന്റെ രാമേഷ, ഇത് വല്ലതും നടപടിയാവുന്ന കേസ് വല്ലതാണോ? അയ്യോ, അത് പറ്റൂല. എനിക്ക് ഇന്ന് വിത്തിട്ട എത്രയും പെട്ടെന്ന് വിളവെടുക്കണം, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? നീ പിന്നെ എന്തിനാ ഫാമൊക്കെ നടത്തണം എന്ന് പറഞ്ഞിട്ട്? നീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചിട്ട് പറ. ശരി. നീ പോയില്ലേടേ? എന്ത്? അല്ല മാമ എന്താ വലിയ പരിപാടി ആലോചിക്കണം തോന്നുന്നു. ഞാൻ എന്റെ സൗകര്യം പോലെ വലുതാ ചെറുതായിട്ടുള്ള പരിപാടികൾ ആലോചിക്കും. നിനക്കെന്ത്? നന്ദി പറയാൻ വേണ്ടി വന്നേവാ. നന്ദിയാ? എന്തിന്? നമ്മളെ സുധാരമാവന്റെ കിണർ വൃത്തിയാക്കിയ ശേഷം എനിക്ക് ഒരുപാട് പണി കിട്ടുന്നുണ്ട്. കിണർ വൃത്തിയാക്കാനുള്ള നല്ല പൈസയും കിട്ടുന്നുണ്ട്. ഓ അത് ശരി. അതിനെന്തിനാ ഇവിടെ വന്നേ? അല്ല നന്ദി പറ. നന്ദി ഞാൻ സ്വീകരിച്ചു കേട്ടാ. ഇനി എന്തിനു വേണം? സുമേഷിന്റെ നമ്പർ ഉണ്ടാവാ, ഞാൻ നമ്പർ മറന്നുപോയി. നിന്റെ ഫോണിൽ നമ്പർ ഇല്ലേടേ? എന്റെ പഴയ ഫോണേ ആമാ, ഈ എവിടെ ഇന്നലെ കൊണ്ട് വെച്ച് മറന്നുപോയി. ഇതെന്റെ സെക്കൻഡ് ഹാൻഡ് ഫോണാ. ഇതില്ല. ബെസ്റ്റ്. സുമേഷ കണ്ടാലെങ്കിലും നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? മാമ നമ്പർ ഒന്ന് പറയാമോ സുമേഷിന്റെ? ശരി, നമ്പർ നോട്ട് ചെയ്തോ. 96 42 42 82 ബാക്കി നിനക്കെന്തിനാ ഇപ്പൊ സുമേഷ് നമ്പര്? അതെ, നമ്മളെ സുമേഷിന് കുറച്ച് ഗുണം കിട്ടുന്ന പരിപാടി. അയ്യോ, ആ ഗുണം എന്തരാന്നാണ് ഞാൻ ഇത്രയും നേരം ചോദിച്ചോണ്ടിരുന്നത്. എന്താ കാര്യം ഒന്ന്? നമ്മളെ പൂച്ചക്കാവിന്നേ ഒരു കോള് വന്നിട്ടുണ്ട്. നിന്റെ ഏർപ്പാടാണെങ്കിലേ അവര് നല്ല അടിയുടെ കോള് കിട്ടും. അതൊന്നും അല്ല, പിന്നെ ഇത് സാധാരണ പരിപാടി പോലെയൊന്നുമല്ല, നല്ല ചിക്കിളി കിടക്കുന്ന പരിപാടിയാ. എന്തൊരു പരിപാടി? നമ്മളെ പൂൺ കൃഷി അറിയാമോ? ഒരാഴ്ച കൊണ്ട് സാധനം വിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഭം കിട്ടുന്ന. അതിനവര് കൃഷിയെ പറ്റി ഒന്നും അറിഞ്ഞൂടേ? എന്റെ പുന്നോ, ഇത് സാധാരണ കൃഷി പോലെയൊന്നും അല്ല. സാധനം ഒരാഴ്ച കൊണ്ട് വിറ്റ് കഴിഞ്ഞാലേ ഭയങ്കര ലാഭമാണ്. ശരിക്കും അങ്ങനെയാണെങ്കിലേ നീ ആരോട് പറയണ്ട. നീ നോക്കിക്കോ, ഈ വർഷത്തെ മികച്ച കർഷകരുടെ പഞ്ചായത്തിന്റെ അവാർഡ് ഞാൻ വാങ്ങിക്കും. ഞാനും റെഡിയാണ്. നീ എന്തിന് റെഡിയാകും? സഹായിക്കാൻ. എനിക്കാരുടെ സഹായം ഒന്നും വേണ്ട, എനിക്കിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. ഞാൻ ഫാം ഹൗസിൽ പോയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കോളാം കേട്ടോ. അമ്മ എന്റെ സഹായം വേണ്ടി വരില്ല അമ്മ. എന്തിന്? നീ അവസാനം എന്റെ കാശടിച്ച് മാറ്റാനുള്ള പരിപാടിയല്ലേ? ഇല്ല അമ്മ, ഞാൻ എന്ത് ഇതിന് നിൽക്കാമോ? മാമന്റെ കൂടെ നിൽക്കാം. ശരിക്കും ഞാൻ കടുപ്പപ്പെട്ട പണിയൊക്കെ പറഞ്ഞു തന്നിരിക്കും. ചെയ്യാം. എല്ലാം നീ തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കേ ഉള്ളൂ. ആണോ? എന്നാ കാലം തിരുവ്.
കുഴപ്പമില്ല, എന്നെ കൂടെ ഞാൻ നിർത്താം കേട്ടാ. ആരോടും പറഞ്ഞേക്കരുത്. ആ, സെറ്റ്. ആമി, നിന്റെ അമ്മ വിളിച്ചായിരുന്നോടി? ഓ, അമ്മ രാവിലെയും വൈകിട്ടും രാത്രിയും ഒക്കെ വിളിക്കും. ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയാനും വിളിക്കും. ആഹാ, എന്നിട്ട് അവൾ എന്നെ വിളിക്കുന്നില്ലല്ലോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് അച്ഛമ്മേനെയും വിളിച്ച് വഴക്ക് പറയണം. എടി, വിളിച്ച് വഴക്ക് പറയാനൊന്നും അല്ല, എന്റെ വിശേഷം കാര്യമൊക്കെ ചോദിക്കണ്ടേ? അതിനോട് വിശേഷമൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഓ, ആ കറിവേപ്പിളിക്കുന്നേ. ഇത് ഒത്ര മതിയോ? മതി. ലളിതേ, ലളിതേ, ലലലലല. ഇതെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ കേൾക്കാൻ പോകുന്നത്. എന്ത്? ഈ പഞ്ചായത്തില് ഞാനൊരു വിലസ്. ആ, കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ എങ്ങനെയാ വിലസാൻ പോകുന്നേ? കൂണൊന്ന് റെഡി ആവട്ടെ. കൂണോ? ഞാനിന്ന് കൂണ വെച്ചത് നിങ്ങളോട് ആര് പറഞ്ഞു? ഇതെവിടെ കിട്ടി ഈ കൂണ്? പറമ്പിന്ന് പറിച്ചത്. നല്ല അരിക്കൂൺ കിട്ടി. ഞാനും കണ്ണനും കൂടെ പറിച്ചതാ. ആണാ? അങ്ങനെയാണെങ്കിലേ ഇനി മുതൽ എന്നും ഈ വീട്ടിൽ കൂണായിരിക്കും. അതിന് മാത്രം കൂണൊക്കെ നമ്മുടെ പറമ്പ് വേണ്ട. നമ്മുടെ പറമ്പിൽ ഇപ്പൊ ഇല്ല, പക്ഷെ ഉടനെ ഉണ്ടാകും. എടി, ഞാനേ ഈ കൂൺ കൃഷി ഔദ്യോഗികമായിട്ട് തുടങ്ങാൻ പോവാ. അല്ല, ഈ പറമ്പിൽ ചെയ്യുന്ന കൃഷി ഒന്നും പോരാഞ്ഞിട്ടാണോ നിങ്ങൾ ഇനി കൂൺ കൃഷി ചെയ്യാൻ പോകുന്നത്? നീ അങ്ങനെ ആക്ഷേപിക്കൊന്നും വേണ്ട കേട്ടാ. നോക്കിക്കോ, ഈ കൂൺ കൃഷിയിലൂടെ പഞ്ചായത്തിലെ മികച്ച കർഷകരുടെ അവാർഡ് ഞാൻ വാങ്ങിച്ചിടും. അതാണ് എന്റെ ലക്ഷ്യം. നല്ല ഉഗ്ര ലക്ഷ്യം. അല്ല, ഇത് ആരുടെ ഐഡിയ? നമ്മുടെ ശിവന്റെയോ അതോ ഉത്തമന്റെയോ? ശിവനും ഉത്തമനും ഒന്നും അല്ല. എനിക്ക് ആ സുമേഷിന്റെ ഫ്രണ്ട് അരുണേഷില്ല, അവൻ പറഞ്ഞു തന്നതാ. എന്റെ അപ്പുപ്പ ചിറ്റപ്പനെക്കാട്ടും വലിയ ഉടായിപ്പാണ് ഈ ചേട്ടൻ. അത് കറക്റ്റ്. ഈ കൊച്ചിനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലല്ലോ മനുഷ്യ. അയ്യോ, എനിക്ക് ബോധമൊക്കെ നല്ലോണം ഉണ്ട്. അവൻ ഉടായിപ്പാണെന്ന് എനിക്ക് അറിയാൻ ചെയ്യാം. പക്ഷേ അവന്റെ ഉടായിപ്പൊന്നും എന്റെ അടുത്ത് വില പോകില്ല. എടി, ഐഡിയ മാത്രമേ അവന്റെ ഉള്ളൂ. അത് മൊത്തം ഇംപ്ലിമെന്റ് ചെയ്യണം ഞാനല്ലേ. നീ നോക്കിക്കോ, ഒരാഴ്ച കൊണ്ട് കിലോ കണക്കിന് കൂൺ നമ്മൾ കൃഷി ചെയ്തെടുക്കും. അത് ഫുള്ളും നമ്മൾ കഴിക്കേണ്ടി വരുമോ? എന്റെ മോളെ, നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്നല്ല. വെറും ഈ കൂൺ കറി മാത്രമൊന്നുമല്ല, കൂൺ മപ്പാസ് ഉണ്ട്, പിന്നെ കൂൺ കട്ട്ലറ്റ്, കൂൺ സമൂസ, അങ്ങനെ എന്തെല്ലാം. എന്താ പ്രശ്നമില്ല. എടി, ഞാൻ ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. മാർക്കറ്റിൽ ഇപ്പൊ 100-300 രൂപ വിലയുണ്ട്. ചെറിയ മുടക്ക് ബദലും വമ്പൻ ലാഭവും. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ശരിക്കും നിങ്ങൾ കൂൺ കൃഷി ചെയ്യാൻ പോവാണോ? പിന്നെ അല്ലാതെ. കഴിഞ്ഞവണ ആ വാഴക്കൊലയിൽ നഷ്ടമായ കപ്പും കിരീടവും ഞാൻ ഇതിൽ അടിച്ചെടുക്കും. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ അതിനു മുമ്പ് എന്റെ കൂൺ കറി ഒന്ന് കഴിച്ചു നോക്കി. ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. കൂൺ കൃഷി ചെയ്യുന്നതിന് മുമ്പ് കൂണിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കട്ടെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കേട്ടോ, അതിനേക്കാളും നന്നായിട്ടുണ്ട്. കൊള്ളാല്ലേ? അല്ലേ? എന്നാ ഇത് മുഴുവൻ ആമിക്കാം. അയ്യോ, ഞാൻ പോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. എനിക്കൊരു സംശയം. നിനക്ക് തുടങ്ങി നിന്റെ അമ്മയെ പോലെ സംശയം. ഒന്നാമത് പട്ടളം ഇത് വെച്ചോണ്ടിരിക്കണം. ഇത് അങ്ങനത്തെ സംശയം അല്ലേ അച്ഛാ, ഇത് വേറെ സംശയം. വേറെ സംശയം ചോദിച്ചു കേക്കട്ടെ, ഞാൻ തീരുമാനിക്കാം. എങ്ങനെ സംശയം? സ്കൂളിൽ പോകാതെ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? സ്കൂളിൽ പോകാതെ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടാന്ന്? അത് നേരത്തെ ചോദിക്കാൻ എന്തോ ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതാണ് ബോർഡിംഗ് സ്കൂൾ. എന്ന് വെച്ചാലേ പോകാൻ വരാനൊക്കെ പാടല്ലേ അല്ലേ? അതാണ് ബോർഡിംഗ് സ്കൂളാണെങ്കിൽ ആ പാടില്ല. അവിടെ കൊണ്ട് വിട്ടാലേ കംപ്ലീറ്റ് പഠിച്ച് തീർന്ന് ശംഭുചാണ്ട പ്രായമാകുമ്പോ തിരിച്ച് വീട്ടിലോട്ട് എന്ത് പറയുന്നു? അയ്യോ, അതിന് ഞാൻ ഇല്ല. ഇല്ലേ? കൊണ്ട് വിടട്ടാ? പഠിക്കാൻ വിട്ടായിരുന്നു. ഓളെടുത്തോട്ട്. ഹലോ സാർ. ആ സാർ, ഞാൻ അറിഞ്ഞില്ലേ സാർ. ഞാൻ വീട്ടില് ജംഗ്ഷനിൽ വരാം സാർ. 5 മിനിറ്റ് അല്ല 2 മിനിറ്റിൽ വരാം സാർ. ആ ശരി സാർ. മാമ, ഓ മാമ അറിഞ്ഞ എന്തോ അപ്പൂപ്പന് ഈ വർഷത്തെ പഞ്ചായത്ത് അവാർഡിന് റെഡി ആവുന്നുണ്ട്. എന്താ അപ്പൊ ഗുസ്തി പിടിക്കാൻ പോണ? ഗുസ്തിയല്ല, പിന്നെ കൃഷി. കൃഷിയാ? അതും അരുണേഷേട്ടനെ കൂട്ടുപിടിച്ചോണ്ട്. ആരാ? അരുണേഷനെ? ഓ, ആ വെണ്ടത്തലേനെ കൂട്ടുപിടിച്ചോണ്ട് കൃഷിക്കല്ല അവാർഡ് കിട്ടണം, മറ്റേ മറവിക്കാണ് അവാർഡ് കിട്ടാൻ പോണത്. ഞാൻ പോണു. അച്ഛമ്മ അവിടെ സൂപ്പർ കൂൺകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂൺകറിയും കഴിച്ചോണ്ടെന്ന് എന്റെ ഉള്ള തോപ്പി കൂടെ തെറിച്ചു പോകും. ഞാൻ പോട്ട് റെഡി, അത്യാവശ്യമായിട്ട് പോകാൻ പറഞ്ഞു. ശരിയാക്കി തരാന്ന്. അത് അപ്പോഴല്ലേ മക്കളെ ഇപ്പൊ ഫോൺ വന്നത്. ശരിയാക്കി തന്നല്ലാണ്ട് കാറായല്ല. അത് ശരിയാക്കി തന്നിട്ട് പോ. ഇതും കൂടെ വെക്കാനുണ്ട്. പോകാറൊക്കെ അവിടെ ഞാൻ വൈകുന്നേരം വന്ന് വെച്ചുതരാം. പോലെ അല്ല രാത്രി വെച്ചുതരാന്ന് സത്യം. കണ്ണെങ്ങ് വാ, മാമ റെഡി ആയിക്കോട്ടെ, നമുക്ക് പോയി കളിക്കാം. ആ നോക്കാം, എടുക്കുക. ഈ സ്ക്രൂ ഡ്രൈവർ ഒന്ന് കട്ടിലിടല്ലോ കേട്ടോ. ആവേശത്തോടെ ഞാൻ ഒന്ന് കിടക്കുമ്പോ വല്ലയിടത്ത് പൊത്തുകാർ. ഇത് വേണ്ട കണ്ട ഈ ചെറുപ്പനെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നെ. എടുത്തു വാ.
മാവോ മാവാ ആ അത്ര പെട്ടെന്ന് വന്നാടേ സാധനം കിട്ടി. ഇതെന്ത് വയ്ക്കുമല്ലേ? എടാ ഇവിടെ പശുവൊന്നുമില്ല. ഈ വയ്ക്കുമല്ലോ അമ്മ, ഇത് മറ്റേ ഇവിടെ കൂണൊക്കെ കൃഷി ചെയ്യുന്ന ഇതെന്ത് ചെയ്യണം? ബെഡ്, അത് വയ്ക്കൽ ബെഡ്. ഇതെന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇരുട്ട് റൂമിൽ എവിടെയും കൊണ്ടുവച്ചിട്ട് വിത്തൊക്കെ പാകിയിട്ടുണ്ട്, വെള്ളമോടെ തളിച്ചു കൊടുത്താൽ മതി, ഷേ സാധനങ്ങൾ വളർന്നോളും. അത്രേ ഉള്ളല്ലേ? ഒഴിക്കാ വളമെടുക്കുക. കൊള്ളാം കേട്ടോ പരിപാടി. ആ പിന്നെ ഒരു കാര്യം, ഈ കീടങ്ങളൊന്നും വരാൻ നോക്കി വേണം. നീ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ ഞാനല്ല, മറ്റേ കീടനാശിനികളെ അത് ആ അതൊന്നും വരാൻ നോക്കിക്കോളാം. അല്ല, അതിന് നമ്മൾ എന്തോ ചെയ്യണം? അത് നമ്മളെ മറ്റേ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ, മുളകല്ല, മറ്റേ വെളുത്ത ഉപ്പല്ല, മറ്റേ ചതക്കണ സാധനം. നമ്മള് പനി വരാൻ വേണ്ടി കഷത്തൊക്കെ വെക്കില്ലേ, വെളുത്തുള്ളി അത് ചതച്ച അതിന്റെ മിശ്രം കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അയ്യോ അത്രേ ഉള്ള സിമ്പിൾ പരിപാടിയല്ലേ? അത് കൊള്ളാം കേട്ടോ. നീ സുഭേഷിട്ടൊന്നുമല്ല, കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടല്ലേ? താങ്ക് യു. ഇതെവിടെ വെക്കണം? ഇതിവിടെ വെച്ചാ പോരെ? അല്ല, ഇത് ഇരുട്ടത്ത് വെക്കണം. ഇരുട്ടത്ത് വെച്ചാ എന്നാൽ നല്ല വിളയൊക്കെ കിട്ടൂലേ? ആ പിന്നെ നേരത്തെ പറയട്ടെ നീ. നമുക്ക് ഇരുട്ടത്ത് കൊണ്ടുവയ്ക്കാം, സെറ്റപ്പ് ആക്കി തരാം ഞാൻ കേട്ടാ. പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം, കുടിച്ചു പറഞ്ഞേ. ഓ വേണ്ട ഇവിടെ കേട്ടാ. ഇവിടെ വെച്ചു ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടൊക്കെ ഇല്ലേ? കുറച്ചുകൂടെ ഇരുട്ട് വേണം. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് കണ്ട ആ പൈപ്പ്, ആ ഓസ് ഇങ്ങനെ വെച്ച് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റും. എളുപ്പമല്ലേ? ഓസ് വെച്ച് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയൊന്നും ചെയ്യല്. നമ്മള് ബാബർ ഷോപ്പിൽ കിട്ടൂലേ, ബാർബർ ഷോപ്പാ, മറ്റേ സ്പ്രേ ഇല്ലേ, അത് വെച്ച് നനച്ചു കൊടുക്കാവൂ. അത്രേ ഉള്ളല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഓസ് വെച്ച് രാവിലെ വൈകുന്നേരം അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുത്താലേ ഇതെല്ലാം കൂടെ അങ്ങ് ചീഞ്ഞങ്ങ് പോകും. എന്നാ അത് വേണ്ട. പിന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തെ 5 എണ്ണമാണ് കിട്ടിയിരിക്കണം. ഇതുപോലെ സക്സസ് 20 എണ്ണം കിട്ടും. 1 2 3 4 ഉള്ളു ഇതില്. 4 5 എന്ന് പറഞ്ഞതാ. നീ കൊണ്ട് മറിച്ച് വിറ്റാടാ? ഇല്ല, കാശ് കളഞ്ഞാ? ഞാൻ മറ്റേ നാരങ്ങ വെള്ളം കുടിക്കാൻ അവിടെ കൊണ്ട് കൊടുത്താ? അവിടെ മറന്നു വെച്ചിട്ടൊന്ന്. ഇട പോയി എടുത്തിട്ട് ഇവിടെ ആരെങ്കിലും എടുത്തോട്ട് പോവാ. അത് ഞാൻ പോയിട്ട് വരാം. മാമ ഇതെല്ലാം സെറ്റ് ചെയ്യില്ലേ? ഇനി എന്തോ സെറ്റ് ചെയ്യാൻ? ഞാൻ പോയിട്ട് വരാം. ഈ ചെറുക്കനാണല്ലോ കാര്യപ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിനിപ്പോ എങ്ങനെ സെറ്റ് ചെയ്യാൻ ഇത്? ഇങ്ങനെ വെച്ചാ മതിയല്ലേ? ഇരുട്ടാക്കാം. ചമ്മന്തി തരട്ടെ? പപ്പടം കാച്ചില്ലേ? ഇല്ല. ബാ ഇരിക്കടാ. എന്താ നിനക്കൊരു നിരാശ ഭാവം? കപ്പൽ മുങ്ങിയ? ഇല്ല, ഒരു റെയ്ഡിന് പോയത് മാമ, നടന്നില്ല. എന്ത് റെയ്ഡാ? അത് ഈ മയക്കുമരുന്നുണ്ട്, നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവന്മാർ മുങ്ങിക്കളഞ്ഞു. മുങ്ങിക്കളഞ്ഞല്ലേ? നിങ്ങൾ ചെല്ലണം വരെ അവന്മാർ അറിഞ്ഞാണ് അതാണ് മുങ്ങിയത്. അതങ്ങനെയല്ല മാമ, ഞാൻ ചെല്ലാൻ താമസിച്ചോണ്ടാണ് റെയ്ഡ് താമസിച്ചാണ് CI സാർ പറഞ്ഞത്. എനിക്കാണെങ്കിൽ നല്ല വഴക്കം കിട്ടി. എടാ നീ അതിന് ഇവിടുന്ന് ധൃതി പിടിച്ച് പോയതല്ലേ, എന്നിട്ട് ലേറ്റ് ആയോ? ലേറ്റ് അങ്ങനെയല്ല അപ്പച്ചി, ഞാൻ ഇവിടുത്തെ ജംഗ്ഷനിൽ പോയി നിന്ന് ജംഗ്ഷനിൽ നിൽക്കാണ് പറഞ്ഞത്. പക്ഷെ അവരപ്പുറം ജംഗ്ഷൻ വഴിയാണ് പോയത്. പിന്നെ ഞാൻ അവിടെ ഓടി പിടിച്ച് പോയപ്പോഴത്തേക്കും താമസിച്ചു. എടാ മരുമോനെ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടൊക്കെ പോണ്ടേ? അല്ല മാമ, ഇത് ഇത്ര ഇൻഫർമേഷനെ തരുള്ളൂ, വളരെ കുറച്ച് ഇൻഫർമേഷനെ തരുള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ ആരുടെയും മയക്ക് വരുന്ന വെച്ചുകൂടൊക്കെ? അത് നമ്മളെ നാട്ടിൽ വെളിയിൽ നിന്ന് വന്നവന്മാരാണെന്നാണ്, വരുത്തന്മാരാണിത്. ഇവിടെ ഉള്ളതല്ല, അതാണ് ഞാൻ പറഞ്ഞത്, വെളിയിൽ നിന്ന് വന്നവന്മാരാണ്. അവന്മാർ ഇവിടെ ഒരു നേഴ്സറിയും മറ്റേ ചെടി വിൽപ്പനയൊക്കെ ആയിട്ട് നിന്ന് അതിന്റെ കൂടെ ഈ ലഹരി സാധനം കൂടെ വിറ്റോണ്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് പരിശോധിച്ചില്ലേ? അതൊരു പരിശോധിച്ചു. അപ്പൊ കുറെ വാഴയുടെ തൈയും കുറെ ആന്തൂറിയവും കുറെ ഇൻഡോർ പ്ലാന്റും കുറച്ച് റോസാ തൈയൊക്കെ അവിടെ ഇരിക്കുന്നു. എല്ലാം ഒന്നും കിട്ടിയില്ല. എടാ എങ്കിൽ അത് വല്ല കള്ളക്കേസും ആയിരിക്കൂടാ. കള്ളക്കേസൊന്നും അല്ല പറ്റി. കള്ളക്കേസാണെങ്കിൽ ഇവന്മാര് നമ്മൾ ചെന്നപ്പോ മുങ്ങിക്കളഞ്ഞല്ലേ, മുങ്ങിക്കളയാമാ എങ്കിൽ അത് പിന്നെ പോലീസുകാരെ കണ്ട് ആരാലും പേടിച്ചോടൂലേ? ഓടും. ഓടട്ട് അവന്മാർ എത്ര പേര് ഓടും നമ്മൾ നോക്കുക തന്നെ. CSR പറഞ്ഞ് ഈ കേസ് അങ്ങനെ വിടാനും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവന്മാരെ കൈ കിട്ടണമെന്നുണ്ടല്ലേ, നട്ടല് വെള്ളമൊക്കെ ഇടിച്ച്. നീ ഏതായാലും ഇരിക്കേ, വെള്ളം ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. വേണ്ട അപ്പച്ചി, ഞാൻ പോണം. അയ്യോ കഴിച്ചിട്ട് പോടാ, നല്ല കൂൺ കറിയുണ്ട്. എന്റെ അപ്പച്ചിയെ ഇത്രയും കാലം ഉണ്ടാക്കിയത് ഏറ്റവും നല്ല കറിയാണ്, വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. എന്നാലും വേണ്ട അമ്മ, ഞാൻ പോണം, ഭയങ്കര ക്ഷീണം, ഞാൻ ഒന്ന് കിടക്കട്ടെ. നീ എന്തിനാ തുറിച്ചു പോകണത്? അവൻ കഴിക്കാൻ വേണ്ടി ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ, ഇടട്ടെ കൂൺ കുറച്ചുകൂടെ വയ്ക്കും. അതെ, ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇതിന് സ്ഥിരം പരിപാടി ആക്കണ്ട കേട്ടാ. എപ്പോഴും അങ്ങനെ ഇവിടെ കൂൺ കിട്ടത്തില്ലല്ലോ. ഓ, പറഞ്ഞതേ ഉള്ളൂ. കഴിക്കും.
മാമോ മാമ മാമോ ഉയ്, ഉയ്. നീ വന്നാ ഞാൻ വിചാരിച്ചു നീ അതുവഴി മുങ്ങിയെന്ന്. ശ്ശെ, എന്റെ പൊന്നു മാമ ഒന്നും പറയണ്ട. സാധനം കിട്ടിയ സാധനമൊക്കെ കിട്ടി. ഞാൻ അവിടെ നിന്ന് മറ്റേ നാരങ്ങടയിൽ മറന്നു വെച്ച സാധനമില്ലേ പുറത്ത് താങ്ങിക്കൊണ്ടുപോയി. ശരി. അപ്പൊ നിന്നെക്കാളും വലിയ ഇവിടെ പോടെ ഉണ്ടല്ലേ. പിന്നെ അവന്റെ വീട്ടിൽ നിന്നാ ഞാൻ പൊക്കിക്കൊണ്ട് വരണേ. ഓ എന്തായാലും കിട്ടിയല്ല. നീ വല്ലതും കഴിച്ചാടേ? സത്യം പറയലോ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാം. എടാ കഴിക്കണേക്ക് പിന്നെ കഴിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ? ഞാൻ മറ്റേക്ക് വെള്ളം ഒഴിച്ച് സെറ്റ് കഴിച്ചു. അല്ല കഴിച്ചിട്ട് നമുക്ക്. എടാ പോടാ, ആദ്യം ഒഴിക്കണം എന്നിട്ട് പിന്നെ കഴിച്ചാൽ മതി. ബാബാ എടാ പോടാ, ഞാൻ എല്ലടാ നോക്കിയെന്ന്. എടേ വളത്തിന്റെ മുറിയിലും കുളത്തിന്റെ കരയിലൊക്കെ ഞാൻ നോക്കി. നീ വേണേ സാറിനെ വിളിച്ചു ചോദിച്ചാണ്. ആ നീ വലിയ സാറാവല്ലേ? ഓ ശിവു ഓട്, നീ വൈ വൈ. ആ ഓ പോടെ പോടെ, എനിക്കറിയാം. ആ ശരി, നീ വൈ. ഇത് വൈക്കോൽ ബെഡ്. എടാ ചെളിത്തല ഇവിടെ പശു ഇല്ലല്ലോ, അതിന് വയ്ക്കൽ പട്ടി കൊണ്ടുവരേ. എടാ ഇത് കൂൺ കൃഷിയുടെ മെയിൻ ഐറ്റമാ. കൂൺ കൃഷിയുടെ? ഓ അപ്പൊ മാമൻ കാര്യമായിട്ടാണല്ലേ? പിന്നല്ലാതെ നീ എന്ത് വിചാരിച്ചു? ഞാൻ അറിഞ്ഞില്ലേ. ഇത് മാമ ഉണ്ടാക്കിയതാ? അല്ലടാ യവൻ വാങ്ങിച്ചോണ്ടെന്ന്. വാങ്ങിച്ചതാ? ഇത് വാങ്ങിക്കാൻ കിട്ടും. എവിടെ നിന്ന് വാങ്ങിച്ച? നമ്മളെ പൂച്ചക്കാവില്ലേ, അവിടെ ഒരു ഏജൻസി ഉണ്ടല്ലോ, എന്തൊരു ക്യാഷ്. അഗ്രോ ക്യാഷ്. അവിടെ അവിടെന്നാ? അവിടെ ആരെയെന്ന്? അവിടെ മറ്റേ ഹിന്ദിക്കാരന്മാരൊരു എന്ത് നേഴ്സറി പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. വലിച്ച് പൊട്ടിക്കാടാ. 10-300 രൂപ വിലയുള്ള സാധനം. 3000 മുകളിലൊക്കെ പോകുന്നത്. അല്ല 3000 രൂപ കിട്ടൂടെ? ഏയ് നല്ല വിലയുള്ള സാധനം ഇപ്പൊ അത്. അത് ശരി. എന്താടാ മാമ ഇത് കണ്ടത്? എന്താ കാര്യം എന്താന്ന് പറ. നീയാണല്ലടാ അപ്പൊ അതിന്റെ ആള്. എന്താ കാര്യം? മാമൻ ഈ പരിപാടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മ. എടാ നീ കാര്യം എന്താന്ന് പറ. ഇത് മറ്റേ ലഹരിയാണെന്ന്. ദേവദോഷം പറയില്ലേട്ടാ. ദേവദോഷോ? അടിച്ച നിന്റെ മാമ ഇത് തപ്പിയല്ലേ നമ്മളിപ്പോ. ഇത് കിട്ടാത്തോണ്ടാണ് നമ്മൾ തിരിച്ച്. നീ ശരിക്കും നോക്ക് ഇത് തന്നെയാണോ ഐറ്റം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ സി എ സാറിനെ വിളിച്ച് തരട്ടെ. വേണ്ടേ? ഇത് തന്നെ ഇപ്പൊ ഞാൻ ഫോൺ നോക്കിയതേ ഉള്ളൂ. ആണോ? പിന്നെ എനിക്കൊന്നും പറഞ്ഞില്ല. എവനാണ് കൊണ്ടുവന്നത്? സത്യമായിട്ട് കൂണാണ്, വേറൊന്നുമില്ല. മാമ ഈ ലഹരി കൂണൊക്കെ ഒരു പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് പിടിച്ച് എടുത്തെന്ന് പറഞ്ഞാ മാമ അകത്ത് പോകൂല. മക്കളെ അമ്മയുടെ എനിക്കൊന്നും പറഞ്ഞൂടാ. നീ എവനാണ് എന്നെ കൊണ്ടുവന്നത്? സത്യമായിട്ട് സാറേ ഞാൻ ഇത് തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളതാണ്. തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളതാണ്. തോരൻ വെച്ച് നീ കഴിച്ചാടാ? നീ തോരൻ വെച്ച് കഴിച്ചാ നീ നിന്നെ തോരൻ. ഇത് മാത്രല്ല വേറെ 4 എണ്ണം ഇവിടെ നിന്നെ ഞാൻ ഉണ്ടല്ലോ, നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ തോരൻ വെക്കും. ഞാൻ നീ എന്നെ കൂടെ പെടുത്താൻ വിചാരിച്ചാണ്. പാവം പിടിച്ച മാമനെ നീ എല്ലാ സാധനം ഇടറാ. തൊണ്ടി ഇടറാ, നിന്നെ തൊണ്ടി ഇടറാ. തലമണ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ പറ. നിന്നെ ഞാൻ കൊണ്ടുപോയി സ്റ്റേഷൻ കൊണ്ടുപോയി പറയിപ്പിക്കോളാം. ഓടി ഓടിക്കളഞ്ഞു. ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇനി മാമ സറണ്ടർ ആവണം. അയ്യോ എടാ ഞാൻ എന്തിനാടാ വരുമാനെ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാമ. എടാ ഞാൻ നിരപരാധിയാടാ. ചേട്ടാ എന്നെ ആരോ ഓട്ടിച്ച്. ആ ഓട്ടിച്ചല്ലേ? ആരും ഓടിച്ചു? നിങ്ങളായിരുന്നല്ലേ? അയ്യോ എന്നെ കൊല്ലുന്നേ. പിടിക്കൂലടാ അവിടെ നില്ലേ. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല, നിങ്ങളെ കള്ളനാണ്. കള്ള ഞാനല്ല. നീ ഞാൻ പിടിക്കൂല. നീ നില്ല. ഞാൻ ഹിന്ദിക്കാരനെ പോയി പിടി. ഹിന്ദിക്കാരനെ ഞാൻ പിടിക്കാടാ. എന്തുവാ മനുഷ്യ ഇത്? എത്ര നേരമായിട്ട് തുടങ്ങിയതാ ഇളി? പിന്നെ നിങ്ങളുടെ തലക്കുറിച്ച് ഞാൻ വെള്ളം കോരി ഒഴിക്കട്ടെ? അല്ലെ കുറച്ച് മോര് വെള്ളം തരട്ടെ? നമുക്ക് ആശുപത്രി പോയാലോ? എന്തുവാണ് നിങ്ങളോട് ആര് പറഞ്ഞതൊക്കെ എടുത്ത് കത്തിക്കാൻ? എനിക്ക് വയ്യ. ചിരിക്കണ എന്തിനാ അമ്മ ചിരിക്കണത്? എന്തിനാ പറ്റി മാമ ചിരിക്കണത്? എന്ത് പറയാനാടാ? ആ വൈക്കോൽപ്പെട്ടിനകത്ത് എന്താണ്ടോ ലഹരി കൂണോ കഞ്ചാവോ എന്താണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ അതെടുത്ത് കത്തിച്ചു. അതിന്റെ പോയ അടിച്ചപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ ചിരി. അതെടുത്ത് കത്തിച്ച? ആ ദൈവം, ഇനി ഞാൻ എന്ത് ചെയ്യും? CSR ചോദിക്കുമ്പോ ഞാൻ എന്തോന്ന് പറയും? അതാണ് നിന്റെ പ്രശ്നം. മാമ എന്തോ പരിപാടി മാമ കാണിച്ചത്? എനിക്ക് ഇച്ചിരി കൂടുതൽ വിളമ്പി താടി. കൂടുതൽ? അതെ, ഇത് ലളിത, ഞാൻ ശിവൻ. ഇങ്ങനെ ഒരു കാര്യം. ഇച്ചിരി കൂടുതൽ വിളമ്പി താ. മാമ ചുമ്മാ കൈവിടും മാമ. പെട്ട് പിരിവിട്ട് നിൽക്കും.
വാ, നീ വാ, കൂടെ കാണണം. ഇങ്ങോട്ട് വാ. കൂടെ കാണണം.